ഹലോ, കനേഡിയൻ പ്രവാസിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എയർപോർട്ടിലാണ്. ഞാൻ കാനഡയ്ക്ക് പോവാണ്. സൗണ്ടൊക്കെ ഇച്ചിരി മോശമായിരിക്കും അല്ലേ? ലച്ചു ഉറങ്ങിയിട്ടില്ല. വെളുപ്പിന് ഇപ്പോൾ 1:30 1:30 മണിയാണ്. ഉറങ്ങിയിട്ടില്ലാരും. ഓൺലൈൻ ചെക്കിനൊക്കെ ചെയ്തിട്ട് വന്നതുകൊണ്ട് പരിപാടികളൊക്കെ വളരെ സ്മൂത്തായിരുന്നു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും ഫ്ലൈറ്റിൽ കയറി നമുക്കൊരു വിൻഡോ സൈഡ് സീറ്റാണ് ദുബായിക്ക് കിട്ടിയത്. വലിയ കുഴപ്പമില്ല. ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് തന്നെയായിരുന്നു. ഒരു 10 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടേക്ക് ഓഫ് ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സ്മൂത്തായിരുന്നു. പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. അത് വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. സംഭവം ഒന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി. എന്തായാലും നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ബോസ്റ്റൺ B28 കാണിച്ചു. ഇപ്പോൾ ലാൻഡിങ്ങിനുള്ള സമയമായി. അത്യാവശ്യം വെതർ അത്ര സുഖമില്ലായിരുന്നു. ഒരു എന്താ പറയുക, നമുക്കൊരു ചാട്ടം പോലുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. താഴെ ദുബായ് നമ്മുടെ മണലാരണ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ലാൻഡിങ്ങിൻ്റെ സമയമായി വരുവാണ്. കുറച്ച് തെളിഞ്ഞ് വരുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ. ഇപ്പം നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് അവിടുന്ന് വെളുപ്പിനായിരുന്നു. അങ്ങനെ വീണ്ടും ദുബായിൽ കാലുകുത്തിയില്ല, ടയർ കുത്തിയിരിക്കുകയാണ്. നമ്മൾ ദുബായിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഫ്ലൈറ്റ് 1 hour ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വേഗം ഒന്ന് മൂവ് ചെയ്യണം. 1.5 മണിക്കൂറിൽ അടുത്ത ഫ്ലൈറ്റിൽ കയറണം നമുക്ക്. ബോസ്റ്റൺ ആണ് ഇവിടുന്ന്. അതൊരു 14-14.5 മണിക്കൂറുള്ള ഫ്ലൈറ്റാണ്. ലോങ് ഫ്ലൈറ്റാണ്. അപ്പോൾ ഇച്ചിരി വലിപ്പമുള്ള ഫ്ലൈറ്റ് ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ദുബായിൽ ഇറങ്ങി എമിഗ്രേഷനും പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗേറ്റിൽ വന്നിട്ടുണ്ട്. B28 ആണ് ഗേറ്റ്. ദുബായിൽ ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം ഇത്ര ലോങ് പോണ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഈ മെനു ആയിരുന്നു നമുക്ക് അവർ സെർവ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ലഞ്ച് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു സ്നാക്സ് ആയിട്ട് കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ബോസ്റ്റൺ ലാൻഡിങ് ഒക്കെ ആയപ്പോൾ തന്നെ TV-യിൽ നമ്മുടെ ക്യാമറയിൽ കണ്ട ദൃശ്യങ്ങളാണ്. ഫുള്ള് മഞ്ഞ് പിടിച്ച തടാകങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെയും കാണുന്നത്. അവിടെയും ടെമ്പറേച്ചർ വന്നിട്ട് -1 1 ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയുണ്ടെന്ന്. ഞാനാണെങ്കിൽ നോർമൽ ഒരു ജാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആൾക്കാരൊക്കെ ഓടുകയാണ് ബോസ്റ്റണിൽ വന്നിട്ട്. നമുക്ക് പിന്നെ ഇന്നിവിടെ 14 20 മണിക്കൂർ സ്റ്റേ ഉണ്ട്, ലേ ഓവറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പതിയെ പോണത്. എന്തായാലും ലേ ഓവറൊക്കെ കഴിഞ്ഞിട്ട് പതിയല്ലേ കയറാൻ പറ്റുള്ളൂ. എയർപോർട്ടിൽ ഒരുപാട് താമസങ്ങളൊന്നും വന്നില്ല. എമിഗ്രേഷനിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി. അവർ കുറച്ച് നേരം പിടിച്ചു നിർത്തി ചോദിച്ചു. കാരണം ഞാൻ വന്നത് C1 വിസ വെച്ചിട്ടല്ലേ. അപ്പോൾ അവർ ഈ വിസയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ടൈം എടുത്തു അവർ. അങ്ങനെ നമ്മൾ ബോസ്റ്റണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടം വരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇനി ഹോട്ടലിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ ഹിൽട്ടൻ്റെ എയർപോർട്ട് ഹോട്ടലിലാണ് താമസിച്ചത്. സംഭവം അടിപൊളി ഹോട്ടലാണ്, വലിയൊരു ഹോട്ടലാണ്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിലേക്ക് വരാനുള്ള വാക്ക് ത്രൂ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഹോട്ടലിലേക്ക് എത്തിപ്പെടാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ടാക്സിയിലൊന്നും ആവശ്യമില്ല. ലിഫ്റ്റ് ഇറങ്ങിയത് തന്നെ കണ്ട കാഴ്ച ഇതാണ്. നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ടാണ് ഈ കാണുന്നത്. നേരെ ഫ്രണ്ടിൽ ബോസ്റ്റൺ ലോഗൺ എയർപോർട്ടാണിത്. ഇതിപ്പം ഹിൽട്ടൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വിൻഡോയിലാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ. നല്ല അടിപൊളിയല്ലേ? ബോസ്റ്റൺ ടൗൺ വന്നിട്ട് അങ്ങേക്കരയിലാണ്. നടുക്കൂടെ ഒരു എന്താ പറയുക, റിവർ പോലെ എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. വൈകുന്നേരം ആയിരുന്നു, 3:30 ആയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ വന്ന എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആ സൈഡിൽ കിടപ്പുണ്ട്. അത് ഞാൻ പിന്നീടാണ് കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിലോട്ട് പോകാം. ഞാൻ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന ട്രോളി കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് തന്നെ. ഈ ട്രോളിക്ക് നമുക്ക് എയർപോർട്ടിൽ $6 പേ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് അത് മുതലാക്കാൻ വേണ്ടി ഞാൻ അതും കൊണ്ട് ഇങ്ങ് പോന്നു. നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇഷ്ടംപോലെ ടവല് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ടോയ്ലറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാട്ടപ്പ് പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വാഷ് ഏരിയ, ക്രീംസ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നോർമൽ 5 സ്റ്റാറിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. പിന്നെ ഒരു വലിയ TV ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ റൂമിന് വേണ്ടി ചിലവ് വന്ന ഏകദേശം 10,000 രൂപയുടെ അടുത്താണ്. പിന്നെ ബോസ്റ്റണിൽ ഈ ഒരു റേറ്റിന് റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഉള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വിൻഡോ തുറക്കുമ്പോഴാണ്. വീണ്ടും നമുക്ക് ബെഡേ കിടന്നാൽ
എയർപോർട്ട് കാണാം, ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഈ ബെഡേ കിടന്നുകൊണ്ട് തന്നെ. അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനൊരു വ്യൂ എയർപോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ ബോസ്റ്റൺ. പിന്നെ നമ്മൾ ഡിന്നറിന് വേണ്ടി കഴിച്ചത് ഒരു ചിക്കൻ വിങ്സ് പരിപാടിയാണ്. ചിക്കൻ വിങ്സ് എന്തോ ഒരു സ്പൈസി സോസൊക്കെ ഇട്ടിട്ട് ചിക്കൻ വിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഉള്ളത് ഇവിടെ ഒരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് രാവിലെ തുറക്കുള്ളൂ, കഫേ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ പോയി കിടക്കണം, പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങണം. ടൈമിങ്ങിൻ്റെ ഈ മാറ്റം ഉള്ളത് കൊണ്ട് അറിയത്തില്ല എങ്ങനെയാവുമെന്ന്.